ആധാരം ഡിജിറ്റലാക്കുന്നതടക്കമുള്ള ആധുനികവൽക്കരണം രജിസ്ട്രേഷൻ വകുപ്പിൽ നടപ്പാക്കി വരികയാണെന്ന് രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു പുരാരേഖാ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. കോട്ടയം ജില്ലാ രജിസ്ട്രാർ ഓഫീസ് സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഒരു ജില്ലയ്ക്കകത്തുള്ള ഏത് ആധാരവും ജില്ലയിലെ ഏത് സബ് രജിസ്ട്രാർ ഓഫീസിലും രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കി വരികയാണ്. അടുത്ത ഘട്ടത്തിൽ സംസ്ഥാനത്തെവിടെയും രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം ഒരുക്കും. ആധാരം രജിസ്ട്രേഷനായി തീയതിയും സമയവും മുൻകൂട്ടി നിശ്ചയിച്ചുകൊണ്ടുള്ള ടോക്കൺ സമ്പ്രദായം നടപ്പാക്കി. രജിസ്ട്രാർ ഓഫീസുകളിലെ മുഴുവൻ പണമിടപാടുകളും പേയ്മെന്റ് പോസ്റ്റ് സംവിധാനങ്ങൾ വഴിയാക്കും. വിവാഹ രജിസ്ട്രേഷൻ അപേക്ഷ ഓൺലൈനായി നൽകാം. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഭാഗമായി കൂടുതൽ മെച്ചപ്പെട്ട സേവനങ്ങളാണ് വകുപ്പ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു. വകുപ്പിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകമായ സബ് രജിസ്ട്രാർ അപ്പോൾ നമ്മുടെ വകുപ്പിന്റെ പ്രവർത്തന സ്രോതസ്സുകളിൽ സുപ്രധാനമായ പങ്ക് വഹിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ സബ് രജിസ്ട്രാർ. അതുകൊണ്ട് എങ്ങനെ കൂടി പങ്കാളിത്തവും നിർദ്ദേശങ്ങളും ഉണ്ടായിരുന്നത് വകുപ്പിന്റെ ഫലപ്രദമായ മുന്നോട്ടുണ്ടായ പ്രയാസത്തിന് അനിവാര്യമാണ് എന്ന് ഫയലുകൾ വെച്ച് അകാരണമായി കാലതാമസം ഒഴിവാക്കി ജനങ്ങൾക്ക് നമ്മുടെ സേവനങ്ങളിൽ കാലഘട്ടത്തിലുണ്ടാകുന്ന ഇക്കാര്യം പരിഗണിക്കപ്പെടണം. ഫയലുകൾ ഒഴിവാക്കുന്നത് അതാത് അധികാരികൾ തീർപ്പുകൽപ്പിക്കാവുന്ന ഫയലുകൾ അദാലത്തുകളെ സമീപിക്കുന്നതിനെ അറിയിക്കണം. രജിസ്ട്രേഷൻ, റവന്യൂ, സർവേ വകുപ്പുകളെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള എന്റെ ഭൂമി പോർട്ടൽ നടപ്പിലാക്കുന്നതിലൂടെ ആധാരം രജിസ്ട്രേഷൻ കൂടുതൽ സുഗമവും സുതാര്യവുമാക്കാൻ കഴിയും. ആധാരം രജിസ്റ്റർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ പോക്കുവരവ് നടത്തി ഭൂമിയുടെ ഡിജിറ്റൽ സ്കെച്ച് അടക്കം അന്ന് തന്നെ ഉടമയ്ക്ക് ലഭ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. സബ് രജിസ്ട്രാർ ഓഫീസുകൾ കിഫ്ബി പദ്ധതിയിൽപ്പെടുത്തി പുനർനിർമ്മിച്ചു വരികയാണെന്നും മന്ത്രി പറഞ്ഞു. കളക്ടറേറ്റിലെ ജില്ലാ രജിസ്റ്റർ ഓഫീസിലെത്തിയ മന്ത്രിയെ ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ, രജിസ്ട്രേഷൻ IG ശ്രീധന്യ സുരേഷ്, ജില്ലാ രജിസ്ട്രാർ എബി ജോർജ് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, പീരുമേട്.